ഹലോ എവരിവൺ, ഇന്നത്തെ എൻ്റെ വീഡിയോ വിക്ടോറിയയിലുള്ള ടവർ ഹിൽ എന്ന് പറയുന്ന ഒരു ഇനാക്റ്റീവ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് മെൽബണിൽ നിന്ന് ഏകദേശം 275 കിലോമീറ്റർ പടിഞ്ഞാറും വർണാംബുൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് 15 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറുമായാണ് ടവർ ഹിൽ എന്ന് പറയുന്ന ഈ നിഷ്ക്രിയ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ടവർ ഹിൽ ആ ഒരു ഗർത്തത്തിന് ഏകദേശം 3 കിലോമീറ്റർ വീതിയും 80 മീറ്റർ ഉയരവുമുണ്ട്. ചില ഉയർന്ന സ്ഥലങ്ങളിൽ 10% മുതൽ 80% വരെ ചരിവുമുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ യാത്ര ചെയ്യുകയും അവിടെ കാണുവാൻ പോകുന്ന ആൾക്കാർ അതിന് പറ്റിയ ഷൂകൾ ധരിക്കുക. ചില സ്ഥലങ്ങളിൽ വളരെ ചരിവുള്ള സ്ഥലമുണ്ട്. ആ ഒരു ഗർത്തത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം റിസ്ക് എടുക്കാതിരിക്കുക, ജസ്റ്റ് കാണുക, പ്രകൃതി ആസ്വദിക്കുക. ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രിയപ്പെട്ട ചില വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ് ടവർ ഹിൽ. എമു, കങ്കാരു, കോല, സ്വാൻസ്, താറാവുകൾ, നീലക്കുഞ്ഞുങ്ങൾ എന്നിവയെല്ലാം ഈ ഗ്രേറ്റ് ഏഷ്യൻ റോഡിനടുത്തുള്ള ഈ മനോഹരമായ ഈ ഡോമന്റ്, അതായത് നിഷ്ക്രിയ അഗ്നിപർവ്വതത്തിനുള്ളിൽ വസിക്കുന്നു. ആഴമേറിയ ഗർത്തങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, കുറ്റിക്കാടുകൾ എന്നിവയിലൂടെ നടന്ന് കാണുവാനുള്ള അവസരം ഈ ടവർ ഹില്ലിൽ വളരെ മനോഹരമായിട്ട് അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായൊരു ലാൻഡ്സ്കേപ്പുള്ള ഒരു പ്രദേശമാണ് ടവർ ഹില്ല്. അതേപടി തന്നെ അവർ ആ വോൾക്കാനോ, ഇനാക്റ്റീവ് വോൾക്കാനോ നിലനിർത്തിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ ഇത് പുനഃസ്ഥാപിക്കുന്നതിന് മുമ്പ് ആദ്യകാല കുടിയേറ്റക്കാർ, അതായത് ഫസ്റ്റ് സെറ്റിലേഴ്സ് എങ്ങനെ ഈ പാർക്ക് ചൂഷണം ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള അവസരവും ഈ പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. ടവർ ഹിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഒരു വലിയ അഗ്നിപർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിക്ടോറിയയിലെ ഏറ്റവും ആകർഷകവും പ്രധാനപ്പെട്ടതുമായ ഭൂമിശാസ്ത്ര രൂപീകരണങ്ങളിൽ ഒന്നാണിത്. കോൺ ആകൃതിയിലുള്ള കുന്നുകൾ തടാകങ്ങളിൽ നിന്ന് ഉയർന്ന് വന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. ഗ്രേറ്റ് ഓഷ്യൻ റോഡിൽ നിന്ന്, ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഓസ്ട്രേലിയയിലെ ലോകത്തിലെ തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള സ്ഥലമാണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡ്. ആ റോഡിൽ നിന്ന് ഒരു ചെറിയ വഴി മാറി സഞ്ചരിക്കുന്ന ഇത് എല്ലാ കപ്പാസിറ്റിയുള്ള ആളുകൾക്കും ധാരാളം നടക്കാനുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നൊരു സ്ഥലമാണ്. എളുപ്പമുള്ള ബ്രോഡ് വാക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫിസിക്കലി വാക്ക് ചെയ്യണമെന്നുള്ള സ്ഥലമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വാക്കുകൾ, അതിമനോഹരമായ കയറ്റങ്ങൾ വരെ ഈ ഒരു ഭൂപ്രകൃതിയിലുണ്ട്.
അപ്പം വാക്കിംഗ് ട്രയലും അതുപോലെ തന്നെ ഫിസിക്കലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ടവർ ഹിൽ. കോറൽ ഈച്ച് എന്ന സവിശേഷമായ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ ഭൂപ്രകൃതി അനുഭവിക്കാൻ ഈ റിസർവ് അവസരങ്ങൾ നൽകുന്നു. നടത്തപാതകളിൽ ഒന്നിൽ കയറി പക്ഷിമൃഗാദികൾ, കോലകൾ, എമുകൾ, കങ്കാരുക്കൾ, വല്ലബികൾ, എക്കിഡ്നകൾ, ആമകൾ, പോസം, അങ്ങനെ ഒട്ടനവധി വൈൽഡ് ലൈഫ്, അത് പുറത്ത് കാണാത്ത ചില വൈൽഡ് ലൈഫ് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ടവർ ഹിൽ. എന്നിവ കാണാനുള്ള അവസരം ഇവിടെയുണ്ട്. എല്ലാം നമുക്ക് എപ്പോഴും കാണണമെന്നില്ല. നമ്മൾ വന്യജീവികൾ കാണാൻ പോയി കഴിഞ്ഞാൽ അതിനതിൻ്റെതായ സമയവും കാലാവസ്ഥ എല്ലാം യോജിച്ച് നമുക്ക് എല്ലാത്തിനെയും കാണാൻ പറ്റുള്ളൂ. എന്നാലും ചില വന്യജീവികൾ നമുക്ക് കാണാനുള്ള അവസരം ഈ ഒരു ഏരിയയിൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. ടവർ ഹില്ലിലെ സന്ദർശക കേന്ദ്രം നിർമ്മിച്ചത് ഓസ്ട്രേലിയയിലെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകളിൽ ഒരാളാണ്. ടവർ ഹിൽ നാച്ചുറൽ ഹിസ്റ്ററി സെൻറ്റർ 1962 റോബിൻ ബോയ്ഡ് രൂപകൽപ്പന ചെയ്ത് 1969 പൂർത്തീകരിച്ചു. ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രശസ്തനായ ആർക്കിടെക്റ്റുകളിൽ ഒരാളാണ് ബോയ്ഡ്. എന്നാൽ നഗര പരിസ്ഥിതികളിൽ വീടുകളിൽ രൂപകൽപ്പന ചെയ്യുന്നതിൽ അദ്ദേഹം ഏറ്റവും പ്രശസ്തനാണ്. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു പൊതുകെട്ടിടം എന്ന നിലയിൽ അത് നാച്ചുറൽ ഹിസ്റ്ററി സെന്ററിനെ വളരെ സവിശേഷമാക്കുന്നു. ഇവിടെ ഒരു അഗ്നിപർവ്വത കോണിനെ അനുസ്മരിപ്പിക്കുന്നതും പാർക്കിൻ്റെ 360 കാഴ്ചകൾ നൽകുന്നതുമായ കെട്ടിടത്തിൻ്റെ ആകൃതിയിൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും. അകത്തൊരു പൊള്ളയായ മധ്യ കൽത്തൂൺ മേൽക്കൂരയെ പിന്തുണയ്ക്കുകയും അഗ്നിപർവ്വതത്തിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ഒരു വിസിറ്റർ സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡോഗ്സും അതർ പെറ്റ്സും ആർ നോട്ട് പെർമിറ്റഡ് ഹിയർ. അപ്പം വരുന്നവർ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുവരാതിരിക്കുക. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാനെപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ വീഡിയോയിൽ, ട്രാവലിംഗ് വീഡിയോയിൽ മെജോറിറ്റി ലാൻഡ്സ്കേപ്പ് ആയിരിക്കും, ബ്യൂട്ടി ഓഫ് ദി നേച്ചർ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്.